Hi friends, welcome back to my channel Drive, Drift and Draft. എൻ്റെ പേര് ഡേവിഡ്. നമ്മളിന്ന് കാണാൻ പോകുന്ന ദ ബിഗ്ഗസ്റ്റ് പൾസർ 400C എന്ന ബൈക്കിനെ കുറിച്ചാണ്. നമ്മുടെ പൾസർ 400C, നമ്മുടെ NSൻ്റെ ബീഫ്ഡ് അപ്പ് വെർഷൻ. നിങ്ങളിപ്പോൾ ഒരു വണ്ടി നോക്കുകയാണ് എങ്കിൽ, സിറ്റി കൂടെയാണ് പോകുന്നതെങ്കിൽ, സിറ്റി റൈഡ്സിനാണ് നോക്കുന്നതെങ്കിൽ, ഇതൊരു പോളി സ്ട്രീറ്റ് ഫൈറ്ററാണ്. ലെഫ്റ്റ് റൈറ്റ് നോക്കണ്ട, പോയെടുത്തു. ഈ ഒരു പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വേറൊരു വണ്ടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആൻഡ് ഇത്രയും നല്ലൊരു ഡീൽ നമുക്ക് തന്ന ബജാജിന് നമ്മൾ ആ ഒരു മാന്യത കാണിക്കണമല്ലോ. സോ ഇഫ് യു ലുക്കിംഗ് ഫോർ എ ബൈക്ക്, നിങ്ങൾ സിറ്റി കൂടെ ഓടിക്കാൻ ഒരു ബൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ആൻഡ് അത്യാവശ്യം പവറുള്ള ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് എ ബഡ്ജറ്റ് പോക്കറ്റ് റോക്കറ്റ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. ഈ ഒറ്റ ഡയലോഗുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു റിവ്യൂ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. സോ ഫ്രണ്ട്സ്, നമുക്ക് വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. ഒരു ഇടിമിന്നലിൻ്റെ ചിഹ്നം കൊടുത്തിട്ടാണ് പരിപാടി പിടിച്ചേക്കുന്നത് ബജാജ്. ഇറ്റ്സ് റിയലി ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. എന്താ പറയുക, ഫ്രണ്ടിൻ്റെ ഡിസൈൻ അഗ്രസീവ് എന്ന് വെച്ചാൽ അന്യായമായിട്ട് അഗ്രസീവായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നമ്മൾ ഒരു ഐഡിയ കിട്ടിയല്ലേ. പിന്നെ പ്രൊജക്ടർ ലാംപ്സ് ആണ് വന്നേക്കുന്നത്, വിച്ച് ഇസ് ഓൾസോ ഗുഡ്. പിന്നെ നമ്മൾ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുമ്പം ഇതാണ് വരുന്നത്. പക്ക സ്ട്രീറ്റ് ഫൈറ്റർ ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ക സ്ട്രീറ്റ് ഫൈറ്റർ ആണ് താനും ഈ വണ്ടി. അതിലേക്ക് നമുക്ക് വരാം. സോ ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്കിൽ നിന്നുള്ള ലുക്ക് കൂടെ നോക്കാം. ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക് വരുന്നത്, വിച്ച് ഇസ് പ്രിറ്റി ഗുഡ്. വണ്ടി നല്ല രസമുണ്ട് കാണാൻ വണ്ടി. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൂടെ ഒന്ന് നോക്കാം. സി, ബൈക്കിൻ്റെ സ്റ്റാൻസ് ഇസ് ടു ഗുഡ്, എന്ന് വെച്ചാൽ ടു ഗുഡ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇറ്റ്സ് ഗുഡ്, നല്ലൊരു സൗണ്ടിങ് വണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം, നോക്കാം എങ്ങനെയാണെന്നോ. സോ ഫ്രണ്ട്സ്, ഇതാണ് പൾസർ 400Cയുടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഈ ഞാൻ കുറച്ച് വണ്ടികൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളൂ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ റിവ്യൂ ചെയ്ത വണ്ടികളിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിജിറ്റൽ കൺസോൾ ദാറ്റ് ഐ ഹാവ് സീൻ. ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടിക്ക് LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിനകത്ത് തന്നെ നമുക്ക് റെഡ് കാണാം, സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ റെഡ് കാണാം, റെബിൻ്റെ ഗ്രീൻ കാണാം, മീറ്റർ ഒരു റിവേഴ്സ് LCD പോലത്തെ മീറ്റർ കൊടുത്തേക്കുന്നു. ഇറ്റ്സ് ഓൾ ഗുഡ്. പിന്നെ ഇവിടെ നമുക്ക് കാണാം പെട്രോൾ ഇല്ലാത്തതിൻ്റെ ചുമന്ന് മിന്നുന്ന. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളൊരു ഒരു ട്രിപ്പിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെഹിക്കിളുണ്ട്, വെഹിക്കിൾ ഇൻഫോ കണക്ടിവിറ്റി, ട്രിപ്പ് ആൻഡ് ബൈക്ക് ഉണ്ട്, പിന്നെ ലാപ്പ് ടൈമറുണ്ട്. വെഹിക്കിൾ ഇൻഫോയിൽ പോയാലാണ് നമുക്ക് റൈഡ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റുക. അതായത് റോഡുണ്ട്, സ്പോർട്സ് ഉണ്ട്, റെയിൻ ഉണ്ട്, ഓഫ് റോഡ് ഉണ്ട്. ഇതിനകത്ത് ഇതെല്ലാം തന്നെ നമുക്ക് ഓൺ ദ ഗോ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വണ്ടിയുടെ ഡ്രൈവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. സോ ഇതാണ് വണ്ടിയുടെ ക്ലസ്റ്റർ. സോ ഇറ്റ് ഈസ് പ്രിറ്റി ഗുഡ്. അനലോഗ് മാറി ഡിജിറ്റൽ ക്ലസ്റ്റർ ആകുമ്പം പൾസറിൻ്റെ ആ ഒരു വൈബ് പോകുമോ എന്ന് ഐ എം ഹാപ്പി ടു റിപ്പോർട്ട്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. ദിസ് ഈസ് പ്രിറ്റി ഗുഡ് ക്ലസ്റ്റർ. അവർ പണിയെടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു റിവേഴ്സ് LCD കയറ്റി വെക്കുകയല്ല ചെയ്തേക്കുന്നത്, പണിയെടുത്തിട്ടുണ്ട് ബജാജ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു കീ ഹോളിൻ്റെ സൈഡിൽ തന്നെ നമുക്കിവിടെ ഒരു USB സോക്കറ്റ് കാണാൻ പറ്റും, വിച്ച് ഇസ് ഗുഡ്. അത്യാവശ്യം നല്ല രീതിയിൽ ഷട്ടും ആവുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. എന്നാൽ ഇവിടെ എല്ലാം നമ്മൾ ഫോൺ ഈ ഏരിയയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വയറെടുത്ത് ചാർജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ ദാറ്റ് ഇസ് പ്രിറ്റി ഗുഡ്. ഹാൻഡിൽ ബാർ ഇറ്റ്സ് നോർമൽ തിങ്സ്. ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ മോഡ് സെലക്ഷൻ ബട്ടൺസ് വരുന്നുണ്ട്, ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഹോൺ ഉണ്ട്. ഇങ്ങനെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഹസാർഡ് ഉണ്ട്, കിൽ സ്വിച്ച് ഉണ്ട്, എൻജിൻ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. സോ ഇത്രയും ബട്ടൺസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഡാഷ് കണ്ടു, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. നമുക്കിതിൻ്റെ സ്പെക് ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ
ഈ ഒരു വണ്ടി വന്നേക്കും നമ്മുടെ KTM പഴയ എൻജിൻ 373cc ആണ്. ഈ ഒരു വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത് 40 PS അറ്റ് ദ റേറ്റ് 8800 RPM, മാക്സിമം ടോർക്ക് വരുന്നത് 35 Nm അറ്റ് ദ റേറ്റ് 6500 RPM ആണ്. പിന്നെ ട്രാൻസ്മിഷൻ 6 സ്പീഡാണ്. പിന്നെ ക്ലച്ച് ടൈപ്പ് അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് ആണ്. സോ നമുക്കങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ പെട്ടപ്പെട്ടപ്പേന്ന് ഗിയർ ഡൗൺ ചെയ്താലും ഹോപ്പിംഗ് ഇല്ല, ലോക്കിംഗ് ഇല്ല, അലമ്പ് പരിപാടി ഒന്നുമില്ല. വണ്ടി ടയർ ലോക്ക് ആവത്തില്ല, ഔട്ട് ഓഫ് കൺട്രോൾ ആകില്ല, വിച്ച് ഇസ് റിയലി ഗുഡ്. ECU മോഡ്സ് നമ്മളിപ്പോൾ കണ്ടു. മോഡ് നമുക്ക് 4 ഉണ്ട്. റോഡുണ്ട്, റെയിൻ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ഓഫ് റോഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഷോക്കിൻ്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ, ഷോക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൽ വന്നേക്കുന്നത് 43 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. അപ്പം കുറച്ചുകൂടി ഒരു ബെറ്റർ ഹാൻഡ്ലിങ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാക്കിലെ കാര്യം വരുമ്പോൾ നമുക്കിത് കാണാം. മോണോഷോക്കാണ്, 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. സോ നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ഹാൻഡ്ലിങ്, നമ്മുടെ വെയിറ്റ് നമ്മുടെ കാര്യങ്ങളനുസരിച്ച് ഒരു ബെറ്റർ ഹാൻഡ്ലിങ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും ഈ ബാക്കിലത്തെ ഷോക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പം. അറ്റ്ലീസ്റ്റ് കംഫർട്ട് എങ്ങനെ പോലെ നമുക്ക് കൂടും. നമ്മുടെ ഒരു വെയിറ്റ് നമ്മുടെ റൈഡിങ് സ്റ്റൈലും വെച്ച് നമുക്ക് കംഫർട്ട് കൂട്ടാൻ പറ്റും ഈ 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്ക് വരുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ABS ഡ്യുവൽ ചാനലാണ് ഈ വണ്ടിക്ക് വരുന്നത്. സോ ഈ വണ്ടിക്ക് അത് സ്വിച്ചബിളും ആണ്. നമുക്ക് സ്പോർട്സ് ആൻഡ് ഓഫ് റോഡിൽ നമുക്ക് സ്വിച്ചബിൾ ആണ് ബാക്കിലത്തെ ABS. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഈ വണ്ടിക്ക് 17 ഇഞ്ച് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്, അതുപോലെ പുറകിലും 17 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ 110 ആണ്, പുറകിലത്തെ 140 സെഷനാണ് ടയേഴ്സ്. പിന്നെ വീൽ ബേസ് കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്ലിക്കബിൾ ആണ്. സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് നമുക്ക് നിസ്സംശയം വിളിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ബജാജ് ഈ വണ്ടീനെ അലങ്കരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 168 ആണ്. ഇറ്റ്സ് ഓക്കെ. ഓഫ് റോഡ് ഒന്നും പിടിക്കാനുള്ള ചിന്തിക്കില്ല ഈ വണ്ടി വെച്ചെടുക്കുക. ഇത് സ്ട്രീറ്റിൽ കൂടെ സിറ്റിയിൽ കൂടെ ഇട്ട് പൊളിക്കാനുള്ള പരിപാടിയാണ് ബജാജ് ചെയ്തു വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 174 കിലോ ആണ്. ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 12 ലിറ്ററുമാണ്. ഒരു 30 നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം പൊളിച്ച് കഴിഞ്ഞാൽ 25 ആകാനും ചാൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു തോന്നൽ. സോ ഫ്രണ്ട്സ്, ബജാജ് ഈ ചെയ്തേക്കുന്നുണ്ടല്ലോ ഒരു സൂപ്പർ ഡീൽ, അത് ഞാൻ പറയുക. ബജാജ് ഇപ്പോൾ ചെയ്തേക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഡീൽ എന്ന് തന്നെ പറയാം നമുക്ക്. 1.85 lakhs ഒരു 400cc കിട്ടും. പാർട്ട് ഷെയറിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ഒരു ഇൻഫീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കില്ല. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഇൻഫീരിയർ. ഓക്കെ, ടയറിന് ഇച്ചിരി ബൈറ്റ് കുറവുണ്ട്, ബട്ട് അഗെയിൻ ടയർ സ്റ്റോപ്പ് ചെയ്യും, നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യും, ABS ഉണ്ട്. ഇത് ഇൻഫീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് ഒരിക്കലും ചിന്തിച്ച് ഈ വണ്ടി ഓടിക്കാതിരിക്കില്ല. നിങ്ങൾക്ക് സിറ്റിയിൽ കൂടെ ഓടിക്കാനാണോ നിങ്ങളുടെ ആവശ്യം, ഈ വണ്ടി സൂപ്പറാണ്. പിന്നെ ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കാൻ തുടങ്ങുന്ന ഒരു ആൾക്ക് എന്ന രീതിയിലാണെങ്കിൽ ഞാൻ പറയും റെയിൻ മോഡ് ഇട്ട് ആദ്യം ഓടിച്ച് പഠിക്കുക. വണ്ടിയുടെ ഒരു സ്വഭാവവും ഒരു ലിമിറ്റ്സൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. റെയിൻ മോഡ് ഇട്ട് ഓടിച്ച് നേരെ റോഡോ അല്ലെങ്കിൽ റേസിൽ ഓഫ് റോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ഹൈനസ് ഓടിക്കുന്ന ഒരാളാണ്. എൻ്റെ ഹൈനസിന് 20 PS പവറുണ്ട്, ഇതിന് 40 PS പവറുണ്ട്. പക്ഷെ ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഈ വണ്ടി കൈ കൊടുത്തപ്പം ഒന്ന് പേടിച്ചു. അതുപോലെ കയറിപ്പോയത് ഒരു 5000 RPM കഴിഞ്ഞത്തേക്കും ഒരു പോക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബിഗിനർ റൈഡർ ആണെങ്കിൽ റെയിൻ മോഡ് ഇട്ട് ഓടിച്ച് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മോഡ്സിലേക്ക് പോവുക. TVS ചെയ്തൊരു പരിപാടി ബജാജ് ഇവിടെ ചെയ്ത് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. TVS RR310 ആദ്യത്തെ സർവീസ് കഴിഞ്ഞിട്ട് അക്രമമുള്ള മോഡ്സ് ഓൺ ആവുള്ളൂ. ഓക്കെ, പക്ഷേ ബജാജിൽ നമുക്ക് മേടിച്ച ഉടനെ തന്നെ നമുക്ക് ഈ മോഡ്സ് എല്ലാം കിട്ടും. ഓക്കെ, ഐ എഗ്രി, നമ്മൾ അതിനു വേണ്ടിയാണ് വണ്ടി മേടിക്കുന്നത്. പക്ഷേ ഒരു ബിഗിനർ റൈഡിനെ സംബന്ധിച്ച് വണ്ടി ഒന്ന് ഓടിച്ച് ആ വണ്ടിയുടെ ഒരു ഫീൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഇത് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള മോഡ്സ് ആക്റ്റീവായി ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓൺ ടു ഹൗ ദ റൈഡ് ഫീൽ. കാലിച്ചിരി മടങ്ങിയിരിക്കുന്നു, പക്ഷേ കൈ ചെറിയ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് നിസ്സംശയം വിളിക്കാം. അതിനുള്ള പവറുണ്ട്, അതിനുള്ള ബ്രേക്കിംഗ് ഉണ്ട്, അതിനുള്ള പെർഫോമൻസ് ഉണ്ട്, അതിനുള്ള അജിലിറ്റി ഉണ്ട്. 17 ഇഞ്ചാണ് ഫ്രണ്ടും ബാക്കും, വീൽ ബേസും കുറവാണ്. പിന്നെ ബാക്കിലേക്ക് സ്പ്രോക്കറ്റ് ഒരു ടീത്തും കൂടെ കൂട്ടിയിട്ടുണ്ട്. സോ ആക്സിലറേഷൻ ഈസ് കിടു. സോ ഫ്രണ്ട്സ്,
ഷോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും അത്യാവശ്യം നല്ലതാണ്. ഫ്രണ്ടിൽ USD ആണ്, ബാക്കിൽ മറ്റേ നൈട്രോക്സ് ഷോക്കാണ് വരുന്നത്. 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. ഷോക്സ് ആർ റിയലി ഗുഡ്. നല്ല രീതിയിൽ ബാലൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്, വഴി പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണെങ്കിലും നല്ല വഴിയാണെങ്കിലും എങ്ങനത്തെ ആണെങ്കിലും അതനുസരിച്ച് അത് ബംസ് അബ്സോർബ് ചെയ്യുന്നുണ്ട് വണ്ടി. ഐ ആം പ്രിറ്റി ഹാപ്പി വിത്ത് ഇറ്റ്. എന്താ പറയുക, ഒരു നല്ല രീതിയിൽ ഷോക്സ് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ബൈക്ക് ഈസ് എ ബൈക്ക് which the folks who love to ride now is gonna love. This is such a fun bike to ride. ഫിൽറ്റർ ചെയ്ത് പോകാനും കൊള്ളാം, എല്ലാം കൊള്ളാം. പിന്നെ ടയേഴ്സ് കുറച്ചൊരു ഗ്രിപ്പി ആയിരുന്നു, നല്ലതായിരുന്നു. ബട്ട് അഗെയിൻ ഇത് ABS ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ദ സെയിം. ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. ആൻഡ് 140 സെക്ഷൻസ് ആണ്. ഇറ്റ്സ് നോട്ട് ബാഡ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് ബാഡ്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ. ഡു റിമെമ്പർ ദ പ്രൈസ് അറ്റ് വിച്ച് വി ആർ ഗെറ്റിംഗ് ദിസ് ബൈക്ക്, 1.85 lakhs എക്സ് ഷോറൂം. ഇറ്റ്സ് ഇൻസെയിൻ വാല്യൂ ഫോർ മണി. പിന്നെ ഗിയറിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല ടോർക്കിയാണ്. നമുക്ക് 35 Nm 6500 RPM കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ടോർക്കിയാണ്. ബട്ട് അഗെയിൻ 6 ഗിയറുണ്ട്. സിറ്റി കൂടെ മേ ബി സെക്കൻഡ് ആൻഡ് തേർഡ് ആയിരിക്കും ബെറ്റർ ടു റൈഡ്. ഐ വിഷ് മറ്റേ നമ്മുടെ അപ്പാച്ചെ കണ്ട പോലെ ഈ മറ്റേ ഗ്ലൈഡ് ത്രൂ ട്രാഫിക് ടെക്നോളജി വല്ലതും ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി സോ മച്ച് ഈസിയർ. ബട്ട് അഗെയിൻ സിറ്റി കൂടെ സെക്കൻഡും തേർഡും ആയിരിക്കും. പിന്നെ ഇട്ട് പൊളിക്കുമ്പോഴത്തേക്കും അങ്ങ് കയറി ഞാൻ പൊക്കോളും. പിന്നെ വണ്ടി ഞാൻ യൂട്യൂബ് റിവ്യൂസൊക്കെ കണ്ടു വെച്ചിട്ട് ഒരു 120-125 നല്ല സൂപ്പറായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഞാൻ ഓടിച്ച് വെച്ചിട്ട് എനിക്കൊരു 30 അടുത്ത് മൈലേജ് കിട്ടി. മേ ബി ഇച്ചിരി പൊളിക്കുവാണെങ്കിൽ ഒരു 25-നകത്ത് നമുക്ക് മൈലേജ് കിട്ടുമായിരിക്കും ഒരു 400 cc. പിന്നെ പെർഫോമൻസ് വണ്ടിയാണ് എന്ന് നമുക്ക് ഓർക്കണം. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഷുഡ് ബി സെഡ്. ലിക്വിഡ് കൂളിംഗ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നുകയും ചെയ്തു. സിറ്റി കൂടെ പോയി കഴിഞ്ഞപ്പോഴും ഭയങ്കരമായിട്ട് ഹീറ്റ് എനിക്ക് തോന്നിയില്ല. ഈ വണ്ടി സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് വിളിക്കുന്നതിൽ ഒന്നും പറയാനില്ല. അതങ്ങനെ തന്നെ ബജാജ് ചെയ്തേക്കുന്ന. ഇവനെ പിടിക്കാൻ ബാക്കിയുള്ളവർ ഇച്ചിരി പണിപ്പെടും. നിങ്ങൾ ഒരു വണ്ടി നോക്കുന്നുണ്ടോ, സിറ്റി കൂടെ പോകാൻ ഒരു വണ്ടി നോക്കുന്നുണ്ടോ, ചെക്ക് ദിസ് വൺ. ഇറ്റ്സ് പൊളി. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ചാസിയെക്കുറിച്ചാണ്. അപ്പം ക്ലച്ച്ലെസ് പറഞ്ഞാൽ ചാസി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പിടിക്കുക. അപ്പം ചാസിയെക്കുറിച്ച് പറയുമ്പം എനിക്കുള്ളതെന്ന് വെച്ചാൽ പൾസർ. എൻ്റെ കയ്യിൽ ആദ്യം വന്ന പൾസർ ഒരു പൾസർ 150 ആണ്. സോ ഞാൻ ഒത്തിരി കാലം വെയിറ്റ് ചെയ്തു എൻ്റെ ഈ ഒരു ചാനൽ ഒരു പൾസർ കൊണ്ടുവരാൻ. സോ ഐ എം ഹാപ്പി ഐ ഗോട്ട് ടു ബ്രിങ് ദിസ് പൾസർ. അതവിടെ നിൽക്കട്ടെ. ചാസിയെക്കുറിച്ച് പറയുമ്പം നമ്മുടെ പഴയ പൾസർ 150 ആണെങ്കിലും അതിൻ്റെ ചാസി ആണെങ്കിലും ഇറ്റ് വാസ് സോ ഗുഡ്. എന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. ഓക്കെ, ഇവൻ നമ്മൾ പറയുന്ന രീതിക്ക് വരച്ച് വരെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് തരുന്ന ചാസിയാണ് നമുക്ക് പൾസർ 400cയിൽ കാണാൻ പറ്റുന്നത്. ഹാൻഡ്ലിംഗ് ഇസ് ഗുഡ്. ടയേഴ്സ് ഇസ് ഗുഡ് ആക്ച്വലി. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ലിമിറ്റ്സ്. അതാണ് നമ്മൾ ഈ ടയേഴ്സിൻ്റെ ലിമിറ്റ് മനസ്സിലാക്കി ഓടിക്കുക. നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി ലിമിറ്റ്സ് ആൻഡ് ദെൻ ട്രൈ ടു പുഷ് ദ ബൈക്ക്. സോ ഇതാണ് എനിക്ക് പൾസർ 400cയെ കുറിച്ച് പറയാനുള്ളത്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, please do subscribe to my channel, like this video and share this video with your friends. Thank you for watching. Until next time, bye. ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ക്ലിയറായി കാണാൻ പറ്റും ഈ ഒരു വണ്ടിയുടെ ട്രാഫിക് ഫിൽറ്ററിങ് കേപ്പബിലിറ്റീസ് എന്തേലും ഉണ്ടെന്ന്. 15 ഇഞ്ച് ടയർ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ ചെറിയ വീൽ ബേസും ഉള്ളത് കൊണ്ട് നമുക്ക് ട്രാഫിക്കിലൂടെ ഫിൽറ്റർ ചെയ്ത് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് 400c. ഫ്രണ്ട്സ്, ഈ ഒരു ബൈക്കിന് 4 കളർ വേരിയൻസ് വരുന്നുണ്ട്. ബ്രൂക്ലിൻ ബ്ലാക്ക്, പിന്നെ ഗ്ലോസി റേസിംഗ് റെഡ്, പിവിറ്റർ ഗ്രേ, പിന്നെ പേൾ മെറ്റാലിക് വൈറ്റ്. ഇത്രയും കളേഴ്സ് പൾസർ NS 400cക്ക് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടിയിൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മോഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ത്രോട്ടിലൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് മോഡാണ് സെലക്ട് ചെയ്ത് ആ മോഡിലേക്ക് വണ്ടി വന്നോളും. സോ നമുക്ക് വണ്ടി നിർത്തും, അങ്ങനത്തെ ഒരു ഇതല്ല. ഓൺ ദ ഗോ തന്നെ നമുക്ക് വണ്ടിയിലെ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, റെയിൻ മോഡ് ഒരു ലീനിയറാണ്, കുറച്ചുകൂടെ പതുക്കെയാണ് പവർ കയറുന്നത്. ബാക്കി എല്ലാ മോഡിലും വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ബാക്കി എല്ലാ മോഡിലും പവർ കയറുന്നുണ്ട്.